നമുക്കിപ്പം മിനിസ്റ്റർ വി ശിവൻകുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പം ഇന്നലെ പെയ്തൊരു മഴ, ആ മഴയിലാണ് തിരുവനന്തപുരത്തെ അവസ്ഥ ഇങ്ങനെ വെള്ളക്കെട്ട്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മഴ വരുമെന്ന് നമുക്ക് കൃത്യമായ ധാരണയുള്ളതാണ്. മഴക്കാലം തുടങ്ങിയിട്ടില്ല, സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി പലതും ഇപ്പോഴും പൂർത്തിയായിട്ടുമില്ല. എല്ലാവരും സ്മാർട്ട് സിറ്റി പദ്ധതിയിലാണല്ലോ ഈ തലസ്ഥാന നഗരിയിലെ ഒരു റോഡിന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങാൻ താമസിച്ചു എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. ആദ്യം കൊടുത്ത കരാറുകാർ സമയത്ത് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല. അങ്ങനെ ഏതാണ്ട് നമുക്ക് വലിയൊരു സമയം നഷ്ടപ്പെട്ടു. പിന്നെ കരാറുകാരെ റദ്ദ് ചെയ്യേണ്ടി വന്നു. ആ കരാറ് റദ്ദ് ചെയ്ത ശേഷം പിന്നെ വർക്ക് ഡിവൈഡ് ചെയ്ത് പ്രത്യേകം കരാറുകാർക്ക് കൊടുത്തു. അത് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിൽ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മേയർ പറഞ്ഞിരുന്ന തീയതി മാർച്ച് ആയിരുന്നു. ഇത് ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു. നമുക്കറിയാം ഇപ്പൊ ജൂണിൽ മഴക്കാലം വരികയാണ്. അത് ഇപ്രാവശ്യമാണെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പം പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതുണ്ട്. ആ കുഴികളിലൊക്കെ ഇപ്പൊ വെള്ളം നിറഞ്ഞ് അല്ലാതെ മറ്റു പ്രശ്നം കൂടി ആയിരിക്കുകയാണ്. വെള്ളം ഒഴുകി പോകാൻ വഴിയില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഈ സ്മാർട്ട് സിറ്റിയുടെ വർക്ക് തുടങ്ങിയതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടില്ല. പൊതുവിൽ ഒരു നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനപ്പെട്ട കേരളത്തിലെ നഗരങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിലിവിടെ ഈ വർക്ക് നടക്കുന്നു, പൂർത്തീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ പണി തീരുമെന്നാണ് നടന്നു പോകുന്നതിന് വേണ്ടി കഴിയുന്നതിൽ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനൊരു ഡിലേ വന്നിട്ടുണ്ടെന്നുള്ള 1.5 ആഴ്ച തികച്ചില്ലേ സ്കൂൾ? അപ്പൊ ഈ അടുത്ത ആഴ്ച അതിനടുത്ത ആഴ്ച മഴയാണെന്നാ പറയാം. അപ്പൊ എങ്ങനെയാണ് പണി നടക്കുക ഈ മഴയത്ത്? മഴയത്തെ പണി നടക്കില്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ. മഴയത്തെ പണി നടക്കില്ല. മഴ പെയ്താൽ പിന്നെ നമുക്ക് അതനുസരിച്ചല്ലേ നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഒന്നും ഇല്ലല്ലോ. അല്ല, ഇപ്പൊ ഓപ്പറേഷൻ അലന്ത നമുക്കറിയാം, വലിയ രീതിയിൽ ഓപ്പറേഷൻ അലന്ത, അതിന്റെ ഡ്രെയിനേജ് നിർമ്മാണം. പക്ഷെ അതൊന്നും ഇപ്പം ഈ അട്ടക്കുളങ്ങര റോഡ് നോക്കുകയാണെങ്കിൽ കിള്ളിപ്പാലം അവിടെ ഒന്നും അത് ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം നമ്മൾ നേരത്തെ പാർവതി പുത്തനാറിന്റെ മിനിസ്റ്റർ ഫോൺ കട്ട് ചെയ്തു പോയി. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുകയില്ല.